എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. സ്ലോ. Happy Independence Day to India and Pakistan. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഞാൻ ആഘോഷിച്ചുള്ള സ്വാതന്ത്ര്യ ദിനങ്ങളൊക്കെ ഇന്ത്യൻ പതാക മാത്രം ഉയർത്തിക്കൊണ്ടുള്ളതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാകിസ്ഥാനി പതാകയോടൊപ്പം ഇന്ത്യൻ പതാക ചേർത്ത് വെച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇതിൽ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യയെക്കുറിച്ച്, പാകിസ്ഥാനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 കാര്യങ്ങൾ. സോ നിഖില നമ്മളിവിടുത്തെ അക്കൗണ്ടൻ്റ് ആണ്. സോ നിഖില, പാകിസ്ഥാനിൽ നിഖിലയ്ക്ക് ഇഷ്ടമുള്ള 5 കാര്യം പറ. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കൊളീഗ്സൊക്കെ പാകിസ്ഥാനികൾ തന്നെയാണല്ലോ. എല്ലാവരും നല്ല സ്വഭാവമുള്ളവരാണ്, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. 5 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ കൾച്ചർ, അവരുടെ കൾച്ചർ നല്ല കൾച്ചറാണ്. പിന്നെ റിസ്വാനെ, 5 things you like about Pakistan. വേഗം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. പാകിസ്ഥാനും നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. പക്ഷെ അടിപൊളിയാണ്. നോക്കി കിട്ടില്ല. 5 കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പാകിസ്ഥാൻ ഫുഡ് അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. അത് മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വല്ലാന്ന് കഴിച്ചില്ല, എന്നാലും ചെറിയ കാര്യങ്ങൾ കഴിച്ചപ്പോൾ നല്ല ഫുഡാന്ന് തോന്നിയിട്ടുണ്ട്. അത്ര. പിന്നെ വേറെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് പാകിസ്ഥാനെ കുറിച്ച് അറിയില്ല. അതാണ് നല്ലത്. സത്യം. 5 things എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, നമുക്ക് ഇവിടെ വെച്ചാണ് പാകിസ്ഥാനികളെ കൂടുതൽ പരിചയപ്പെട്ടേക്കണം. അവർ കുഴപ്പമില്ല, നമ്മുടെ സെയിം കൾച്ചറൊക്കെ തന്നെയാണ്. വേറെ ഒന്നും തന്നെ പറയാനില്ല. അത്രേ ഉള്ളൂ. ദാനിയലിന് ഇഷ്ടമുള്ള പാകിസ്ഥാനെ കുറിച്ചുള്ള 5 കാര്യം. ഫുഡ് തന്നെ. ഫുഡല്ലാത്ത ഒന്നും അറിയില്ല. ഫുഡ് കഴിച്ചിന്. പാകിസ്ഥാൻ ഫുഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ആരാ? ജയ്സാപ്പി. അത്രേ ഉള്ളൂ. ഷാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഷാൻ പറയും. 5 കാര്യങ്ങളൊന്നും അറിയത്തില്ല. മെയിൻലി ഫുഡാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കഴിച്ചതും ഒക്കെ പാകിസ്ഥാനി ഫുഡ്സ് ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ട്, നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ ഇവരെ ഹോസ്പിറ്റാലിറ്റി നല്ലതാണ്. സ്റ്റാർട്ടിങ് ഞാൻ അവിടെ വന്ന ഒരു സമയത്തുള്ള ഏരിയ എന്ന് വെച്ചാൽ അത്യാവശ്യം പാകിസ്ഥാനീസ് ഉള്ള ഏരിയ ആയിരുന്നു. സോ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല ഇടപഴകുന്ന ഒരു മനുഷ്യന്മാരാണ്. ഞങ്ങൾ ഇന്ത്യൻസ് ബാക്കിയുള്ളവർ പറയുന്ന മാതിരി ശത്രുക്കളൊന്നും എനിക്ക് വന്നിട്ടില്ല, സാധാ മനുഷ്യന്മാർ. അതൊക്കെ തന്നെയാണ്. പിന്നെ വേറെ അറിയില്ല. കളിയിലറിയ അതൊക്കെ തന്നെയാണ്. നല്ല മനുഷ്യന്മാർ. നല്ല മനുഷ്യന്മാർ. മീറ്റ് അംന. ഷീ ഈസ് നോട്ട് ആൻ ഇന്ത്യൻ, ഷീ ഈസ് നോട്ട് എ പാകിസ്ഥാനി, ബട്ട് ഷീ ഈസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. 2 രാജ്യങ്ങളും അപ്പുറത്തും നിൽക്കുന്ന ഒരാളാണ്. സോ അംനയോട് ചോദിക്കുകയാണ്, What are the 5 things I like about Pakistan? Yeah. Pakistan is very beautiful, very green, and I really like the northern areas of Pakistan, and especially food. And I have visited Lahore. I like the Lahore culture, the food street, and mainly the weather. Weather is good. They can experience 4 weathers. In Afghanistan, we only have cold weather. We don't experience the summers, and in Dubai, we only have summers. So in Pakistan, at least you can experience 4 weathers. Yeah. So these are the things I like about Pakistan and Pakistani people and food. Food is the main thing. Okay. What about India? Indian food. 5 things you like about India. Indian food and Pakistani food is quite similar. So and what I like the diversity of India. You guys have so many religions, so many people, so many type of people. Even all over the world, people are living and they are in India. So I like the diversity basically. And India is modern. You guys are growing, which is very good. You guys are our neighbor, and I love to see you guys growing. And since I lived my whole life here, I have so many Indian friends. So I like your culture, especially sarees and all that. You guys have very rich culture, as I mentioned before as well. I like the culture. I like the cultural places. So how you guys take your culture ahead, I really like that. But I feel like India and Pakistan is very similar. Very, very similar. So you guys also experience 4 weathers.
And you guys also have very beautiful places like in Himalaya. I have seen that unfortunately only in TikTok and all those videos. Only on videos, and only I have seen on pictures. I would love to visit someday. My manager is inviting me to take my Afghani passport and come to the India for the wedding. So maybe someday I will come for a wedding. Sure. Inshallah. Thank you. And this girl sounds exactly like Hamid Karzai, the ex-Afghani president. I'm not like that. You from India? Yes, of course. Luckily and proudly. From which part? From North India, Punjab. Punjab. Yeah. So proud Punjabi, Yes, proudly. a bordering state. Bordering state with Pakistan. Yeah. What are the 5 things you like about Pakistan? Pakistan is similar like Indian because right now I have few friends from Pakistan. That's why only one thing I like is they are similar to us. They are friendly. They are a part of India as well. That's it. That I like most. Other than that, I love India proudly. That's it. Say anything about India, please. We all are, staying under one umbrella with lot of culture, lot of people, lot of language under one umbrella with everything. That's it. Thank you so much, Palai. Thank you. My name is Midurshan. I'm from Sri Lanka. What is the 5 things you like about India? Yeah, the food I just like that, and the culture, and the people over there, and the cities over there, and everything around them is really good. So I just like it. What about the Pakistan? Pakistan, it is also pretty much similar, but the culture also I like that, and other than that, the friends and whoever who are around, and they are good to hang around. So I just like the same as well. So not much of a difference. Did I say that time to come this way? ഈ ഇൻഡിപെൻഡൻസ് ഡേ ദിനത്തിൽ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ശരിക്കും രണ്ടാമതുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക വേണ്ടത്. Okay. What are all the 5 things you like about India? India. Okay, actually my forefathers are from India. So basically we are migrated from India to Pakistan. So we are Rajput. We converted from Hindu religion to Islam. So 5 things I like about India is historical places. First of all, second thing I like the spices. The India's spices are but organic, we can say. And the third thing I like the culture. About the culture of India is very colorful. And if I tell you about the Kerala is most beautiful place I like. I want to visit in Kerala, but I didn't get the visa. Yeah, and I like the people, and there is a unity as well, and mostly people are doing achievement in science test. Like they are mostly, I can see that there are many scientists from the India. They have a huge knowledge about the liver transparent, and we can say that for the heart diseases, they have medical advancement they have. Yeah. So many people are going from Pakistan to India for their medical treatment, for the liver transplant, and also yes. If I am in Lahore, what are the 5 things or 5 places? I will tell you, go to Androon Lahore and take the nashta from Lahore, right? Nashta from Lahore. And the second thing I will tell you, go to food streets in the night in Lahore. Androon Lahore is most beautiful, like Lal Killa, Minar-e-Pakistan, Badshai Masjid, and the dresses. Pakistan dresses is more beautiful. Nobody can make the design and the embroidery like Pakistan. Even I don't like Indian dresses, I like Pakistani dresses. And about the Lahore, if I tell you, it's Lahore is just like a lights of city and city of gardens. Yeah. That's because of Mughals, right? Yes. Mughal site is, you can, if you will visit Lahore, and Androon Lahore if you will visit, you can see the architecture, and you will see how was the Mughal made their places, and how there is a room cooler in the past, and how was the bathtub like this. So you are a history buff or a museum buff? Sorry? Are you a history buff? History buff? Are you a history head? Okay, history head, yes, I love this. Because I like the nostalgic things, and I like the history, and what we'll call the architectures, the past
I love this. Same like the Italy. I love the Italy just because of the architecture. Do you have any wish to back to your roots or something like that? Back to India. But So no, you already said you were. I want to visit India, but I don't want to live in India. I want to live in Pakistan. ഓരോ ഓഗസ്റ്റ് 15 ഓരോ ഓർമ്മപ്പെടുത്തലാട്ടോ. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കൊടി നമ്മളെ വണ്ടിൻ്റെ മുകളിൽ കെട്ടി ഓടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പായസം വെക്കുന്നത്, നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ റെസ്പോൺസിബിലിറ്റികളാണ്. നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്ന് നമ്മളെ രാജ്യത്തേക്ക് നോക്കി കാണുമ്പോഴാണ് നമ്മളെ രാജ്യം നമുക്ക് തന്ന ആനുകൂല്യങ്ങളും നമ്മൾക്ക് തന്ന ഫ്രീഡം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫാദർ ആവുക, നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അമ്മ ആവുക, നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനൊക്കെ ആകുമ്പോൾ നമ്മുടെ രാജ്യം നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ആ റെസ്പോൺസിബിലിറ്റി ആവട്ടെ ഈ പ്രാവശ്യത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. താങ്ക് യു.